ഇരിങ്ങാലക്കുട പടിയൂരിൽ മിന്നൽ ചുഴലി. ശക്തമായ കാറ്റിനെ തുടർന്ന് നിരവധി മരങ്ങൾ കടപുഴകി വീണു. പടിയൂർ സ്വദേശി ചിറേത്ത് റോസിയുടെ വീടിന്റെ മേൽക്കൂര കനത്ത കാറ്റിൽ പറന്നുപോയി. അന്നപൂർണേശ്വരി റോഡിന് സമീപം വൻമരം കടപുഴകി വീടിന് മുകളിൽ വീണു. ലെവിൻ കെ വിജയനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ലെവിൻ, ശക്തമായ കാറ്റും മഴയും ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഏതൊക്കെ രീതിയിലാണ് നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്? സ്വാതി, തൃശ്ശൂരിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. അതിശക്തമായ മഴയാണ് ഇതിനോടകം ഇന്നലെ അർദ്ധരാത്രി മുതൽ വിവിധ സ്ഥലങ്ങളിലായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും വലിയ നാശനഷ്ടങ്ങൾ തന്നെ ഇതിനോടകം സംഭവിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിലുള്ളത് ഇരിങ്ങാലക്കുട പടിയൂരിലാണ്. അവിടെ മിന്നൽ ചുഴലി ഉണ്ടായിരിക്കുന്നു. മിന്നൽ ചുഴലിയിൽ നിരവധി വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും അടക്കം കേടുപാടുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. പ്രദേശത്തെ വൈദ്യുതി ബന്ധം മണിക്കൂറുകളായി നിശ്ചലമാണ്. ഇന്ന് രാവിലെ 6:30 പ്രദേശത്ത് മിന്നൽ ചുഴലി ഉണ്ടായിട്ടുള്ളത്. പടിയൂർ ചെട്ടിയാൽത്തറയിൽ റോഡിന് സമീപം താമസിക്കുന്ന റോസിയുടെ വീടിന്റെ മേൽക്കൂര GI ഷീറ്റുകൾ പൂർണ്ണമായും കാറ്റിൽ പറന്നു പോവുകയുണ്ടായി. അതോടൊപ്പം തന്നെ മറ്റു സ്ഥലങ്ങളിലും വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. പടിയൂർ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിന് സമീപം വൻമരം കടപുഴകി വീണ് ചാരുന്തറ സ്വദേശിയായിട്ടുള്ള ആനന്ദിന്റെ വീടിന് കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലായി നിരവധി മരങ്ങൾ കടപുഴകി വീണും വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും ഒക്കെ കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. വൈദ്യുതി ബന്ധം പൂർണ്ണമായും വിച്ഛേദിച്ച സാഹചര്യത്തിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ KSEB നടത്തുകയാണ്. മരങ്ങളടക്കം വെട്ടിമാറ്റി ഗതാഗത തടസ്സമടക്കം ഒഴിവാക്കുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും ഇന്ന് ജില്ലയിൽ കാറ്റടിച്ചും മറ്റും കെടുതികളുണ്ടായും മഴക്കെടുതിയുണ്ടായും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കൊണ്ടയൂരിൽ ഒരു കിണർ ഇടിഞ്ഞു വീഴുകയും കോട്ടപ്പുറത്ത് വീട് തകർന്നു വീഴുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ ഉണ്ടായി. മഴ തുടരുന്ന സാഹചര്യത്തിൽ ഷോളയാർ ഡാമിന്റെ അടക്കം ഷട്ടറുകൾ തുറക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഡാമിന്റെ ഷട്ടറുകൾ തുറന്നാൽ ചാലക്കുടി പുഴയിൽ വലിയ തോതിൽ ജലനിരപ്പ് ഉയരാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. ഏതായാലും അതിശക്തമായ മഴ ജില്ലയിലെമ്പാടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാതി. ശരി ലെവിൻ, തൃശ്ശൂരാണ് വലിയ തരത്തിൽ കാറ്റും മഴയും ഉണ്ടായിരിക്കുന്നത്. അതിനിടെ ഇരിങ്ങാലക്കുട പടിയൂരിൽ മിന്നൽ ചുഴലിയും ഉണ്ടായി എന്നുള്ളതാണ്. നിരവധി നാശനഷ്ടങ്ങളും അവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.